ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കന്യാമറിയത്തെയും ദൈവമായി സങ്കല്പിച്ച് വിശ്വാസങ്ങളിൽ നിന്ന് മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് സഭ ഈ വ്യക്തത വരുത്തുന്നത്. അതായത് ഏകദൈവം, മൂന്ന് ഭാവങ്ങളിൽ ത്രിത്വം, അപ്പോൾ അതിനപ്പുറമുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഈ രേഖയിൽ വരുന്ന വ്യക്തത. ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാതാവും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ അമ്മ എന്ന നിലയിൽ ക്രൈസ്തവർ ആരാധിക്കുന്നതാണ്. പക്ഷേ മാതാവ് എന്നുള്ളത്, കന്യാമറിയം എന്നുള്ളത് സൃഷ്ടി, മറ്റത് ദൈവം. അപ്പോൾ ഇതിന് രണ്ടും തുല്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തത വരുത്തുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PG നേരത്തെ തന്നെ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. സഹരക്ഷക, മധ്യസ്ഥ എന്ന പ്രയോഗങ്ങളിലൊക്കെ മുൻ മാർപ്പാപ്പമാരും സഭാ നേതൃത്വങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിയതുമാണ്. അതിനൊക്കെ ശേഷമാണ് അതിൽ കൃത്യമായൊരു വ്യക്തത വരുത്തിയ ഒരു രേഖ സഭ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ആ രേഖ ഉടനീളം വായിച്ചാൽ മനസ്സിലാകുന്നത് ഏകദൈവം എന്നുള്ള സങ്കല്പം അപ്രസക്തമായി പോകുന്ന രീതിയിൽ വിശ്വാസ വഴിയെ പലരും സഞ്ചരിക്കുന്നു എന്നുള്ള സൂചനകളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് ഏകദൈവം, അതിൽ ആരാധനക്രമത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതിനപ്പുറം ഇപ്പോൾ കൃത്യമായി പള്ളിയിലെത്താതെ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളുമായി ആ വഴിക്ക് വിശ്വാസികൾ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയാണ് പല ആളുകളുമായി വിശദമായ ചർച്ചകളും കൂടിക്കാഴ്ചയും നടത്തി ഇങ്ങനെയൊരു രേഖ പുറത്തിറക്കുന്നത്.